മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് അറിയാം. ഇന്ന് നമ്മുടെ ആ സ്വിഫ്റ്റിൻ്റെ തന്നെ നമ്മുടെ വണ്ടിയുടെ DRL ചേഞ്ച് ചെയ്യാൻ പോവാണ്. അതായത് സ്വിഫ്റ്റിൻ്റെ ആ ഫോഗ് ലൈറ്റിൻ്റെ സൈഡിലായിട്ട് ഞാൻ കാണിച്ചു തരാം. ഫോഗ് ലൈറ്റിൻ്റെ സൈഡിലായിട്ടൊരു പോർഷൻ വരും, ഒരു L ഷേപ്പിലുള്ള. അപ്പോൾ അത് മാറ്റി നമ്മൾ ഓൺലൈനിൽ നിന്ന് എടുത്ത് ഒരു DRL സെറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോക്കകത്ത് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. നമ്മൾ കരുനാഗപ്പള്ളി MOMZZ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന പുതിയാവിലുള്ളൊരു ഷോപ്പിൽ നിന്നാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത്. നമുക്ക് കൊറിയർ വന്ന സാധനമാണ്. പിന്നെ പറയുകയാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഇത് ഈ കിടക്കുന്ന ആ റിംഗ് ലൈറ്റ് ഉണ്ടോ വൈറ്റ്, ആ റിംഗ് ലൈറ്റിൻ്റെ സൈഡിലായിട്ടൊരു പോർഷൻ വരുന്നുണ്ടോ ഗ്രേ കളറ്. അപ്പോൾ അവിടത്തേക്കുള്ള DRLും ഇൻഡിക്കേറ്റേഴ്സും വന്നിട്ടുള്ള ആ DRLിനകത്ത് തന്നെ ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സും. അത് നമുക്ക് ആമസോണിൽ നിന്നാണ് വന്നിട്ടുള്ള, നമുക്ക് കൊറിയർ വന്ന സാധനമാണ്. അപ്പോൾ നമുക്കത് കൊറിയറൊക്കെ പൊട്ടിച്ച് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ കൊറിയർ. ഇത്രയും വലിയ പാക്കേജ് കണ്ട് പേടിക്കണ്ട. അതിനകത്ത് ചെറിയൊരു ബോക്സേ ഉള്ളൂ കേട്ടോ. വലിയ ബോക്സും അതിനകത്ത് ചെറിയൊരു ഇതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ആ L ഷേപ്പിലുള്ള ലൈറ്റാണിത്. DRL വിത്ത് ഇൻഡിക്കേറ്റർ. നല്ല രസമാണ്, നല്ല ഡിസൈനാണ് കേട്ടോ അവരുടെ. നല്ല ഡിസൈനും പിന്നെന്ന് പറയുകയാണെങ്കിൽ നല്ല ഒരു മൊഡ്യൂളും വരുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ. അവരുടെ തന്നെ ഈ ഇൻഡിക്കേറ്ററിൻ്റെ ഫ്ലാഷ് ലൈറ്റും പിന്നെ ഫ്യൂസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു മൊഡ്യൂളും വരുന്നുണ്ട്. മൊഡ്യൂൾ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നതാണ്, അല്ലാതെ നമ്മൾ ഡയറക്റ്റ് കൊടുക്കുകയല്ല. ഇൻക്ലൂഡഡ് മൊഡ്യൂളും കൂടെ കയറി വരുന്നുണ്ട്. അത്യാവശ്യം നല്ലതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രേക്കായൊന്നും പോകത്തില്ല. നമ്മൾ കരുനാഗപ്പള്ളി MOMZZ എന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കരുനാഗപ്പള്ളി പുതിയാവ് റോഡ്, അതായത് നമ്മുടെ ഒരു പുതിയാവ് റോഡിലോട്ട് പോകുമ്പോൾ തന്നെ MOMZZ എന്ന് പറയുന്നൊരു ഷോപ്പാണിത്. അലോയും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു ഷോപ്പാണിത്. അപ്പോൾ ഇത് നമ്മുടെ വണ്ടി ഇത് കയറി അവിടോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൻ്റെ ബമ്പറൊക്കെ അഴിക്കാൻ തുടങ്ങി. ബമ്പർ ഫുൾ അഴിക്കണമെന്നാണ്, അല്ലാതെ സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അകത്തൂടെ വയറിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് നമുക്ക് അതായത് വയർ കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇതിനകത്ത് മൊഡ്യൂളിനകത്ത് തന്നെ മൊത്തം പ്ലഗ്ഗാണ് വരുന്നത്. അത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവർ ഈ പ്ലഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ പ്ലഗിനകത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് വയർ കട്ട് ചെയ്തിട്ട് അങ്ങനെ എന്ന് വെച്ച് കത്താനുള്ള ചാൻസ് അതൊക്കെ ഉള്ള ഒരു വയർ ഷോർട്ട് ആവാനുള്ള ചാൻസൊക്കെ കുറവാണ്. അപ്പോൾ ആ മൊഡ്യൂൾ വരുന്നിടത്തോളം കാലം നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം പേടിക്കണ്ട. അപ്പോൾ ഇത് അവൻ്റെ ബമ്പർ അയച്ചിറക്കിയിട്ടുണ്ട്. അതേ ബമ്പർ അയച്ചിറക്കി. അപ്പോൾ ഇങ്ങനെയൊക്കെ ബൾബ് മേടിക്കാൻ നമ്മൾ കൂടുതലും എല്ലാവരും പേടിക്കുന്നത് ഈ വയറ് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇതിനെ പേടിക്കേണ്ട. പിന്നെ ഇതാണ് നമ്മുടെ ആ സൈഡിലുള്ള ആ ഒരു റാ ഷേപ്പിലുള്ള മറ്റേ ആ ഒരു ഗ്രേ കളർ ഉണ്ടല്ലോ, അവിടത്തേക്ക് വന്ന ഇൻബിൽഡ് സാധനമാണ്. അപ്പോൾ നമ്മുടെ ആ ഫോഗ് ലൈറ്റിൻ്റെ ഫ്ലാപ്പ് ഇളക്കുവാണ്. ഫ്ലാപ്പ് ഇളക്കിയതിന് ശേഷമാണ് നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫ്ലാപ്പിളൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കാരണം ആ സൈഡ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പം ഇളക്കാനായി ഇച്ചിരി ബുദ്ധിമുട്ട് വന്നായിരുന്നു കണ്ടോ. വലിയ പിടി പിടിച്ചാൽ ലോക്കും ഒടിഞ്ഞു പോകും. അത് കാരണം ചെറിയ രീതിയിലാണ് പിടിച്ചത്. ഇനിയിപ്പോൾ അവൻ അവിടെ ഓരോരോ സൈഡിലായിട്ട് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ നമ്മുടെ ഗ്രേ കളറുള്ള, ഇപ്പോൾ ഇളക്കി അവനിക്ക് മാറ്റുക. അപ്പോൾ നമുക്ക് അതിനകത്ത് കറക്റ്റ് ഫിറ്റിംഗ് ആണ് വന്നിട്ടുള്ള. ഈ ഒരു പോർഷൻ വന്നപ്പോഴത്തേക്കും നല്ല കറക്റ്റ് ഒരു ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു സാധനത്തിൽ വന്നിട്ടുള്ള. ആ ഗ്രേ കളറിൻ്റെ പോർഷൻ നമുക്ക് സാധാരണ ലോക്ക് പോലെ, ആ ലോക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ലോക്കിങ് മാറും. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ ഈ ഇളക്കായിരുന്നോണ്ടേ നമ്മളിപ്പം ഫസ്റ്റ് പിടിച്ചിളക്കുമ്പോഴത്തേക്ക് നല്ല പണി വരും. നൈസായിട്ട് ഇളക്കിയെടുക്കാം. ലോക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ മറ്റേത് സെറ്റ് ചെയ്യാനും ഭയങ്കര പാടാണ്. അപ്പോൾ അത് കാരണം ആ ലോക്ക് പൊട്ടാതെ നൈസായിട്ട് ഇളക്കിയെടുത്തത്. അപ്പോൾ അതേണ്ട നമ്മുടെ DRL എടുത്തു. താണ്ടാ മൊഡ്യൂളിൽ ഇരിക്കുന്നുണ്ടോ. രാത്രി ആയതുകൊണ്ട് നമുക്ക് വെട്ടത്തിൻ്റെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും ഫ്ലാഷ് ലൈറ്റൊക്കെ ഇട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് ഈ യെല്ലോ ഗ്രീൻ ആ രണ്ട് വയറെന്ന് വെച്ചാൽ നമ്മുടെ രണ്ട് സൈഡിലായിട്ട് ഇൻഡിക്കേറ്റേഴ്സിന് വരുന്ന രണ്ട് ലൈനാണ് യെല്ലോ ഗ്രീനും വന്നേക്കുന്നത്. അതായത് കണ്ടോ ഫുള്ള് പ്ലഗ്ഗാണ്. അങ്ങനെ ആ പ്ലഗ് ഊരു മാറ്റിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മൊത്തം പ്ലഗ് വെച്ചിട്ടുള്ള സെറ്റ് ചെയ്തേക്കാം. മൊത്തം അതിനകത്ത് ഫുള്ള് പ്ലഗ്ഗാണ് വന്നേക്കുന്നത് കേട്ടോ. കറക്റ്റ് ഒരു ഫിറ്റിംഗ് ആണ് ഇതിനകത്ത് വന്നേക്കുന്നത്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കുമ്പോൾ അറിയാൻ പറ്റും.
നമുക്ക് ആ വയറിൻ്റെ ഇടയ്ക്ക് കൂടെ കടത്തി വിടുന്നതുകൊണ്ട് എന്ന് വെച്ചാൽ ഷോർട്ടൊന്നും ആവല്ലല്ലോ. പ്ലഗ് ആണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ കയറ്റി വിടുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടത്തില്ല. ലൈറ്റ് അടിച്ച് പോകും, നമ്മൾ എമൗണ്ടും പോകും. കണ്ടാ കറക്റ്റ് ഒരു ഫിറ്റിങ് അതിനകത്ത് വന്നേക്കണം. ഇതേണ്ട മൊത്തം നമ്മൾ കറക്റ്റ് ബോൾട്ടിങ്ങാണ് കിടക്കുന്നത്. കണ്ട ഇതിനകത്തോട്ട് വരുമ്പോൾ നമ്മൾ കറക്റ്റ് ബോൾട്ടിങ്ങും കാര്യങ്ങളൊക്കെ വണ്ടിക്കകത്ത് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കറക്റ്റ് ഫിറ്റിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇപ്പുറത്തെ സൈഡ് ഇളക്കാൻ പോവുകയാണ്. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇളക്കി സെറ്റ് ചെയ്യുന്ന വീഡിയോ, അതിനകത്ത് വോയിസ് വരുന്നില്ല. ജസ്റ്റ് നിങ്ങൾ വീഡിയോ കാണുക, കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതാണ് നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റായിട്ടുണ്ട്. ഇത് കണ്ട ഇപ്പോഴത്തെ ലുക്ക് നോക്കി എന്നാ ലുക്കാണ്. ആ സൈഡ് 2 റിങ്ങും പിന്നെ നമ്മുടെ ആ ഒരു കോർണർ ലൈറ്റ് നൈറ്റ് അതിൻ്റെ ഒരു വേറെ ലെവൽ ഫീല് നമുക്ക് കിട്ടും. ഈ നൈറ്റ് ഈ ഒരു വണ്ടി ഓടി വന്ന ടൈമിൽ വേറെ ലെവൽ ഫീല് നമുക്ക് കിട്ടും. കണ്ട ഇപ്പോൾ എല്ലാ സ്വിഫ്റ്റിനും നമുക്ക് ഈ ഒരു 2015 മുതൽ ഇപ്പുറത്തുള്ള എല്ലാ സ്വിഫ്റ്റിനും ഈ ഒരു മോഡൽ ലൈറ്റ് സ്യൂട്ടബിളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇൻഡിക്കേറ്റേഴ്സ് കണ്ടോ, അത്യാവശ്യം നൈസായിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, അപ്പം ഈ ഒരു DRLും
ഈ ഒരു ലുക്കും വേറെ ലെവൽ തന്നെ. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഒരു CCൻ്റെ പ്രൊമോഷനായിട്ടാണ് വരാൻ പോകുന്നത്.